നമ്മുടെ പൊന്നും കട്ടേലേ വെള്ളം വെള്ളം സർവത്ര ആണോ? വെള്ളമാണോ? അണ്ടാവില കുടിക്കണോ? ആണോ? പച്ചവെള്ളം കേട്ടോ. എനിക്ക് പച്ചവെള്ളമാണ് ഏറ്റവും ഇഷ്ടം ചുക്കുവെള്ളത്തിനെക്കാട്ടിലും. ചുക്കുവെള്ളം പക്ഷേ ജലദോഷ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം തൊടാനായിക്കില്ല ഇവിടെ ഉള്ളവർ. അമ്മല്ലേ ചിക്കൻ കണ്ടോ എന്ത് മസാലയൊക്കെ തിരുമ്പി വെച്ചതാണ് കേട്ടോ. ഇന്ന് ചിക്കൻ ചില്ലി കഴിച്ചണ്ടേ പൊന്നെ. ദാ എൻ്റെ കെട്ടിയോ വാങ്ങി തന്ന ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. കെട്ടിയോൻ്റെ സെലക്ഷനാണ്. എങ്ങനെ ഉണ്ടെന്ന് പറയണേ കേട്ടോ. ദാ ഒരു നെയ്റ്റി ദാ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? കളറ് ചാണാപ്പച്ച എങ്ങനെയുണ്ടമ്മോ? ഈ കളറ് എനിക്കില്ലാത്തതാ. ടവല് വേണോ? നെയ്റ്റിയുടെ കൂടെ ടവല് കൊടുക്കണോ? നന്നായിട്ടുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടമായമ്മ? ഇതാ ഇതൊന്ന് കേട്ടോ. അമ്മൂട്ടിയുടെ വക ചിക്കൻ വറക്കാറിനല്ലേ? അമ്മൂട്ടിന്ന് ചിക്കൻ വറക്കാൻ പറഞ്ഞത് അപ്പയ്ക്ക് അമ്മൂട്ടിക്ക്. പിന്നെ ഇതാ ഒന്ന് കേട്ടോ പണി. ഇനിയിപ്പോൾ എന്താ പണി? എനിക്കാണോ വെച്ചാലില്ല ഇതൊക്കെ ഞാൻ എൻ്റെ സെലക്ഷനാണ്. ഇത് പനിയാട്ടൻ്റെ ഇഷ്ടത്തിന് അനിയട്ടെടുത്തതാ. ഇതെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അമ്മൂട്ടി? അമ്മൂന് ചിരി വരുന്ന നോക്ക്. അമ്മു പറയൂ. അമ്മു അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ. എന്താണെന്നറിയോ? അമ്മയ്ക്ക് കുറച്ച് കളർ കൂടിയത് എടുത്തോടെ. ഈ അച്ഛൻ ലൈറ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ വെച്ചാലേ ഒക്കെ ലൈറ്റ് കളറേ എടുക്കുള്ളൂ. അച്ഛന് ലൈറ്റ് കളർ. അച്ഛന് ഇരുന്നിറത്തില്ല പറഞ്ഞിട്ട് ഞാൻ ഇരുന്നിറത്തില്ല. ലൈറ്റ് കളറിനോടാണ് അതന്നെ. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് എനിക്ക് അമ്മൂനും കുറച്ച് കടും കളറുകളോടെ കേട്ടോ ഇഷ്ടം. ഇത് പിന്നെ കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതാ ഇത് പൂവോന്നറിയില്ല. പൂവൊന്നുമില്ല. ഇത് ഇളകി പൂവോന്നറിയില്ല കേട്ടോ. ഇത് കണ്ടോ ഈ കളറ്? ഇതാർക്കുള്ളതാണെന്നറിയോ? സിമന്റ്. ഇത് എന്ത് കളറത്? ഇതൊരു കളറ്. ഇത് അമ്മയ്ക്കുള്ളതാട്ടോ. പിന്നെന്താ? നല്ല കളറാ. അമ്മയ്ക്ക് പാകാണ്. അമ്മയ്ക്ക് മുഖത്തിന് വെളിച്ചുണ്ട്. എന്താ പല്ല് വെക്കട്ടെ, ഞാൻ വെളിച്ചുണ്ടാക്കി തരാം. ഇതാട്ടോ ഇന്നലെ കഴിഞ്ഞ ആഴ്ച അളവ് കൊടുക്കാൻ. ഇതൊക്കെയുള്ളതല്ല കേട്ടോ. ഇത് അമ്മയ്ക്കുള്ളതാണ്. അപ്പോൾ അത് അമ്മ പടിക്ക് വരുമ്പോഴേ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് അമ്മ കണ്ടില്ലേ? അമ്മൂന് മനസ്സിലായോ? വേറൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക്. അത് അമ്മ ഇടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ തട്ടും. എങ്ങനെയുണ്ട് നെയ്റ്റി? എല്ലാവരും ചോദിക്കാറില്ലേ പ്രത്യേകിച്ചിട്ട് നെയ്റ്റി കളക്ഷൻ സൂപ്പറാണ് എന്നുള്ളത്. അധികം നെയ്റ്റികൾ ഞാൻ തന്നെയാണ് കേട്ടോ എടുക്കാറ്. ഇത് ഏട്ടൻ്റെ എടുത്താണ്. ഈ നെയ്റ്റി ഉണ്ടോ? ഈ നെയ്റ്റി നമ്മൾ വാങ്ങിയിട്ട് അധികമായിട്ടില്ല. പക്ഷെ അതവിടെ നമ്മുടെ ഈ ഭാഗം കീറി, ഇവിടെ അതേപോലെ ഈ സൈഡിൽ ഒക്കെ കീറിയിട്ട് നെയ്റ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ അന്ന് കൊണ്ടുവന്ന് കാണുമ്പോൾ നല്ല ചന്തണ്ടായിരുന്നു അമ്മ നെയ്റ്റി. കളർ നല്ലതാണ്. എത്ര പെട്ടെന്ന് അത് കീറിയിട്ടാ. ഇതിൻ്റെ മഞ്ഞയും കീറി. അത് ചോക്കോ? അത് ചുമരിൽ തേക്കുന്ന ചോക്ക്. ഇതവിടെ അമ്മയുടെ റൂമിൽ കൊണ്ടുവച്ചാ. അപ്പോൾ എന്താ ഇത് ഈ രണ്ട് നെയ്റ്റിയും നമ്മൾ കല്ലടിക്കോട്ടുന്നൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ആ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അത് എവിടെ ഇല്ലാത്ത വിലയും കൊടുത്തിട്ടില്ലേ. നല്ല വിലയും 400 എത്രയോ രൂപയൊക്കെ പറഞ്ഞതിന് ഈ നെയ്റ്റിക്ക്. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി ഞാൻ എടുക്കുന്ന നെയ്റ്റിയില്ലേ 250 രൂപയുടെ ഉള്ളിലുള്ള നെയ്റ്റികളാട്ടോ എടുക്കുക. അതിൽ കൂടുതലുള്ള നെയ്റ്റികൾ ഞാൻ ഏതും എടുക്കില്ല. അല്ലമ്മോ? കുട്ടികൾക്ക് ഞാൻ എടുക്കുന്ന ഡ്രസ്സുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിനെന്ന് ഇത് ഇനി തുന്നാൻ കൊടുക്കണം. അപ്പം ഇവിടെ ഈ അടിച്ചെടുത്ത് കൂടെ തന്നെ ഒന്നും കൂടി അടിക്കാൻ അവരെടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവരെന്നെ പറഞ്ഞു പ്രസിക്ക് ഇങ്ങനെ അബദ്ധം പറ്റാറില്ലല്ലോ, എവിടെ നിന്ന് പ്രസ് ഇത് വാങ്ങിയെന്നുള്ളത്. പിന്നെ സുഹനിക്ക് നമ്മൾ അത് കാണിച്ചില്ലല്ലോ. സുഹനിക്ക് 2 നെയ്റ്റി നമ്മൾ അന്നെടുത്തു. അമ്മയ്ക്ക് ഏട്ടൻ്റെ അമ്മയ്ക്ക് 2 നെയ്റ്റി എടുത്തു. അവർക്കൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് എനിക്ക് ഞാൻ എടുക്കണത് കേട്ടോ. സുകന്യേ നിൻ്റെ നെയ്റ്റി എന്ന് നീ എനിക്കിട്ട് കാണിച്ചു തരാ. അയ്യോ അലമാരട്ടോട്ടെ.
അവൾക്കൊരു 50 100 150 എണ്ണുണ്ട്. ഇത് വാഷിംഗ് മെഷീനിൽ ഇടരുത് കേട്ടോ. അത് ലൂസ് ഇരുന്നോട്ടെ, വയററിയില്ല. അതിന് മേമല്ലേ, ഇതില് വല്ലാതെ വയറില്ല. ഇതിന് വയറില്ല. അങ്ങനെ ചെയ്താൽ മതി. ഇതാണ് ഇത് നല്ലത്. വയററിയില്ല, മറ്റേത് വയറിങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ അല്ല, അതവിടെ നെയ്റ്റി ഉണ്ട് കണ്ടോക്കിയൊക്കെ ഞാൻ അടുക്ക. എടി എൻ്റെ നെയ്റ്റ് നോക്കടി, രണ്ടും കീറിടി. ഏത് അവിടെ തന്നെ കിട്ടും. നെയ്റ്റിയോ? ആ, അവിടെ തന്നെ ഷേപ്പാക്കി തരും. എവിടെ മുന്നേത്താത്ത അടിച്ചു കൊടുക്കണ്ടതാ? പറഞ്ഞോ, വേണോ പറഞ്ഞോ? അതവര് വേറെ ആൾക്കാരുടെ അടുത്ത് വാങ്ങിയിട്ട് അടിക്കുക പോയി. ആടി സെയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതുകൊണ്ടില്ലേ നെയ്റ്റിക്കൊക്കെ 159 രൂപയൊക്കെ ഉള്ളൂ. ആടി സെയിൽ വന്നു പറഞ്ഞിട്ട്. എന്തിനാ? മുരിഞ്ഞേ? ചക്കക്കുരു മുരിഞ്ഞല്ല, ചക്കക്കുരു ആ മുരിഞ്ഞക്കായി വാട വെച്ചാൽ മതി. അമ്മ മതി. എന്നിട്ട് എന്താ പോണ്? അതിനെന്താ? പിന്നെ നമ്മള് കടന്നുറങ്ങും. ഇവിടെ 12 കഴിഞ്ഞ് വന്നാൽ ക്ഷീണാവും. പപ്പൂര് അവനെ കാറിന്റെ ഉള്ളിലിട്. എന്തിന്? കാറിന്റെ ഉള്ളിലോ? അല്ലാതെ അവൻ എന്താ ചെയ്യാ? അവന് എന്താ നല്ല ചോറും മുട്ടക്കറിയും ഒക്കെ എടുത്തിട്ട് ചോറ് കൊടുക്കുക വയറ് നിറച്ചിട്ട്. അതെ, സന്തോഷം. പിന്നെ അതിനൊക്കെ കുറച്ചു കാലം കൂടി സമയം എന്ത് പറ. താരം വീണിട്ടാണേ, താരനേ ചെറുപയറില്ല, താരം വീണാലും കുരു വരും. വലിയ മാമയുടെ മേത്തൊക്കെ താരം വീണിട്ടുള്ള കുരുവാണേ. ഡോക്ടറെ കാണിക്കാം കേട്ടോ, സ്കിൻ ഡോക്ടറെ. താരം പോവാനേ നല്ല ചെമ്പരത്തിയുടെ തേച്ചാൽ. ചെമ്പരത്തിയുടെ ഇലയില്ലേ, ചെമ്പരത്തിയുടെ ഇല തേക്കുക നല്ലോണം. ഈ ചെമ്പരത്തിയുടെ ഇല ഉണ്ടോ? സുകന്യേ, ആ ചക്കയെന്ന് എടുത്തിട്ട് പാടി, പഴുത്ത ചക്ക അത് നേരേക്കാന് വേവിക്കാന്. മുടി വെട്ടണം, ഞാൻ വെട്ടിത്തരേ. എന്താ മുക്കി കയ്യണ്ടേ, കത്രികയുണ്ട്. പറഞ്ഞിട്ട് വേണ്ട, മുടി വെട്ടും വേണ്ടങ്ങൾ ഒന്നും വേണ്ട, കുറച്ച് ഉലുവ വെച്ചാൽ മതി. അതങ്ങനെ അമ്മോ അരയ്ക്ക് മുടിയാക്കണം. അച്ഛനും അമ്മൂനും അരയ്ക്ക് മുടിയാക്കണം. എൻ്റെ പോലെ ആയിട്ട് അമ്മു നിങ്ങളില്ലയോ? അമ്മു അരയ്ക്ക് മുടിയാവണം. അമ്മൂട്ടി ഇത് എന്താ വേണം? എന്താ നോക്കാൻ പറ്റാണ്ട്? ഇപ്പോഴല്ലേ എന്നാ പഠിച്ചു കഴിഞ്ഞിട്ട് മുടി. ഇവൾക്കൊക്കെ അല്ലേ അമ്മൂനൊക്കെ എങ്ങനെ മുടി ഉണ്ടാവും വെച്ചിട്ടാ അമ്മൂനും അച്ഛനും പറഞ്ഞിട്ടാ നല്ല. ഇവര് മാസം ഒക്കെ ദത്ര അമ്മു കുടിയിരിപ്പിന്റെ സമയത്ത് ദത്രയ്ക്ക് മുടി വെട്ടിട്ടോ, അതോ നല്ല കട്ടിയുള്ള മുടി. ഇനി പ്രാവശ്യം എന്റെ മുടി ഇതത്ര നീളത്തിൽ വെട്ടി, അമ്മൂന്റെ മുടി ഇത്രയ്ക്ക് വെട്ടി, അച്ഛൻ്റെ മുടി അതിന്. ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ഇവരോട് രണ്ടുപേരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. മുടി അരയ്ക്ക് മുടിയാക്കണം രണ്ടുപേരും. ഒരു 10 20 22 വയസ്സാവുമ്പോഴേക്കുന്നു. അപ്പൊ അമ്മൂനാണ് പറഞ്ഞാലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് മുടിയാവാൻ പറ്റില്ല. എൻ്റെ കൂടെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുടെ മോള് ഇതേപോലെ തന്നെയാണ് കേട്ടോ. ചെറുതാകുമ്പോൾ മുടി വെട്ടി. പക്ഷെ ഇപ്പോൾ അവൾക്ക് അരയ്ക്ക് താഴെ മുടി ആയിരിക്കണം. എന്താ അരയ്ക്ക് താഴെ മുടി പറഞ്ഞു വെച്ചാൽ ഇക്കെന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അത് ഇത്ര മുടിയായിട്ടില്ലേ നാണക്കേട്. സാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ജാതി തോന്നും. ഈ എന്താ സാധാ വെളിച്ചെണ്ണ തേച്ചിട്ട് ഇവർക്ക് നല്ല രീതിയിൽ മുടി ഉണ്ടാവണം. എന്നിട്ട് പിന്നെ ഇവർക്ക് ഇത് മുടി വേണ്ടാന്ന് പറഞ്ഞാലോ
അമ്മുട്ടി പെൺകുട്ടികൾക്ക് പണ്ടുള്ളവർ പറയുന്നത് എന്താണെന്നറിയോ, പല്ലും മുടി കണ്ടോ. പണ്ടുള്ളവർ ഇപ്പം എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ, പണ്ടുള്ളവർക്ക് പറയാനല്ലേ വെക്കുള്ളൂ. ഞാൻ വെറുതെ പറയുക കേട്ടോ, അവള് വെട്ടുവച്ച വെട്ടിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവളോട് വെട്ടിക്കോളാൻ പറഞ്ഞ അവൾക്ക് മുടി നോക്കാൻ പറ്റില്ല വന്നു കഴിഞ്ഞാൽ വെട്ടട്ടെ, കാരണം ഉണ്ടാവുന്ന വീഡിയോ ഇങ്ങനെ പറയും ശരിക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ മുടി വെട്ടിക്കോളാം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം മുടി വെട്ടലാണ് കേട്ടോ. കാരണം എനിക്ക് അരക്കി മുടി ഉണ്ടായിട്ട് ഞാനൊരു കൊമ്മല കാട്ടിയതാണ് ഇല്ലമ്മ. അതിന് എത്ര അടി എനിക്ക് കിട്ടി പറഞ്ഞിട്ടാ, 1-2 അടിയൊന്നുമല്ല. വലിയേട്ടൻ്റെ വക വലിയേട്ടൻ അമ്പോ അന്ന് തല്ലിയിട്ടിന്നെ തോൽ വിളിച്ചോക്കണം. ഈ അമ്മല്ലേ അമ്മേനെയും കാട്ടിലും ഇഷ്ടമല്ല, അമ്മേനെ ഇഷ്ടം തന്നെ. അമ്മേനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മുടി പൊന്നാരം കാട്ടിയനാണ്. ചക്ക തുടർന്നത് ആ കുക്കർ എടുക്ക് സോനി. അത് ചക്ക വേവിച്ച് വെക്കുക. വെറുതെ കളയണ്ടല്ലോ. ചക്ക വേവിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റത്തെ ചക്ക ആയിരിക്കും ചിലപ്പോ. ഇനി ചക്ക കിട്ടില്ല. എന്നാ കേൾക്കോ നാളെ രാവിലെ. എൻ്റെ അമ്മ, എൻ്റെ ഏട്ടിയമ്മ ആരാ ചിക്കൻ വറക്കണുണ്ട് പറയോ? ആരോട്? സതിയേട്ട് എങ്ങനെ ചിക്കൻ ഉണ്ടോന്നാണ് എന്നോട് ചോദിച്ചതാ. വീഡിയോ. സ്പെഷ്യൽ അതിൻ്റെ ഉള്ളിൽ എന്താ അച്ചാറുണ്ട് പറഞ്ഞു. അച്ചാറിന്റെ വാടക കൊട്ടിക്കോളൂ. ചിക്കൻ മേടിച്ചില്ല. ചിക്കൻ മേടിച്ചിട്ട് പറഞ്ഞപ്പോ ചിക്കൻ കറിയൊക്കെ കൊണ്ടേ കൊടുക്ക്. അതിന് ചോറിന് കൊടുക്കാനല്ലേ? ഉപ്പുണ്ട് നോക്കാൻ അത്രേ. എന്നാ ഉപ്പ് എന്നാ ഒരു കഷ്ണം കൂടി കൊണ്ടേക്കോ. എന്നാ ഉപ്പുമുളകുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ട് വാട്ടോ അങ്ങോട്ട് വരുമ്പോ. നാളെ ചക്കപ്പ ഉണ്ടാക്കാം. രാവിലെ ഒപ്പം ഉണ്ടാക്കാം. ചക്കക്കുരു വേവായോ. അപ്പൊ നിങ്ങള് മറ്റന്നാ ഇതിന് പോണ്ട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ അമ്മ കുട്ടി ഞാനൊരു കാര്യം പറയാം. നാളെ ഇപ്പൊ ഡോക്ടറെ കാണാൻ പോകാം. പറയട്ടെ, എനിക്കില്ലേ ഇൻസ്റ്റഗ്രാമില്ലേ, എനിക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റഗ്രാം ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല അല്ലേ. എവിടെ കുഞ്ചു ഫാമിലി അല്ലേ. ഞാനില്ലേ സത്യം പറയാ എനിക്കുണ്ടോ? അതെപ്പോഴാണ് കേട്ടോ അത് സംഭവിച്ചു? കുഞ്ചു ഫാമിലി അല്ലേ നിങ്ങള്? സുകന്യ നിനക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടോ? സുകന്യക്കുണ്ടല്ലോ. എനിക്ക് മാത്രം ഇതൊന്നും ഇല്ലാത്തൊരു സംഭവം അല്ലേ. ഏതുള്ളിയാ കൊണ്ടുവരാൻ പറയാ നീ? ഭഗവാന്റെ ആനെ ഇത് വെളുത്തുള്ളി. ഇങ്ങോട്ട് ചോറിനുമ്പോ തരാ പറ. ഇനി നീ വലിയ ഉള്ളിന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാ ഈ സബോള എന്നല്ലാതെ വെല്ലുള്ളി. പേടിൻ്റെ എടുക്കപ്പോ സുനി പറഞ്ഞ കേട്ടോ തല്ലരുത്. അടുപ്പിന്റെ മുകളിൽ നിന്നൊക്കെ ഇതാക്കി അമ്മ നല്ല തല്ലേരും. അതങ്ങനല്ല, അടുപ്പിന്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ തിന്നാൻ കൊടുക്കില്ല പണ്ടുള്ള ആൾക്കാർ. അമ്മല്ലേ പോലെയല്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എന്റെ സുനി ഇതേപോലെ വറുത്തിട്ടില്ലേ പാത്രത്തിലിട്ടേരും. അവിടെ കൊണ്ട കൊടുക്കും തിന്നോളാൻ പറഞ്ഞിട്ട്. അല്ലാതെ എന്റെ അമ്മയ്ക്ക് ചട്ടി കൊടുക്കാണ് കൊടുക്കും. അടുപ്പിന്റെ മുകളിൽ നിന്ന് എടുത്ത് തിന്നണമെന്ന് അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അമ്മ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, ചിലപ്പോഴേ അവര് 3 ആണുങ്ങളാണ് അവിടെ. അവരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി, ഞാൻ കാത്തിരിക്കും ഇവരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടില് ക്ലാസ് എടുക്കുമല്ലോ, അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛനും അനിയും സതിയും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ചിലപ്പോ അതിന്റെ എന്താണെന്നറിയില്ലല്ലോ, അങ്ങനെ പറയും. അതേപോലെ തുണി തിരുമ്പോൾ എല്ലാവരും തുണി തിരുമ്പണം കേട്ടോ, അവർ കഴിച്ച പാത്രങ്ങൾ കൊണ്ടുപോയി കഴുകണം കേട്ടോ. ഇങ്ങനെയൊക്കെ ആവാനൊരു കാരണം എൻ്റെ അമ്മയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും പണിത്തുണി മുതൽ എല്ലാതും തിരുമ്പിയിടണം. അനിയന്മാരുടെ കാര്യങ്ങൾ നോക്കണം, അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് എന്തായി, ഞാൻ ഇതുവരെ നോക്കിയില്ലേ.
അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് പണിയെടുപ്പിച്ചാലും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ദൈവം നോക്കും. നമുക്കിപ്പോൾ എത്രയും 18 18 വയസ്സായി. വയസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മീനത്തിൽ 17 കഴിഞ്ഞ് 18 കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ 18ാമത്തെ വയസ്സിൻ്റെ അന്നാണ് എൻ്റെ കല്യാണം ഉറപ്പിക്കൽ. അറിയോ നിൻ്റെ ഈ പ്രായം പരക്കം പറഞ്ഞിട്ട് ഞാൻ അന്ന് ചോറ് അമ്മക്കുട്ടി ചോറില്ലേ കല്യാണ നിശ്ചയത്തിന് പിന്നെ എല്ലാവരും വന്നേക്കുക ചോറ് ഊറ്റണ കൊട്ടക്കൈലിൻ്റെ കടയിൽ പൊട്ടി നെയ്ച്ചോറ് വെക്കുകയാണ്. കോരം വല്ല പാടുണ്ട്. എത്രയൊക്കെ വീട്ടിൽ പോയിട്ട് അന്നൊരു കൊട്ടക്കൈൽ കിട്ടിയെന്നറിയാം. അന്ന് അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വാങ്ങി ഞാൻ കൊട്ടക്കൈൽ. അതല്ല രസം ഉണ്ടായിരുന്നത്. ഈ കല്യാണത്തിൻ്റെ ചോറ് നാശമായി. കല്യാണത്തിൻ്റെ തലേദിവസമല്ലേ വന്നവർക്ക് കൊടുക്കാനുണ്ടാവുമോ എന്നുള്ള പേടി. കല്യാണത്തിൻ്റെ തലേദിവസേ കല്യാണത്തിൻ്റെ അല്ല നിശ്ചയത്തിൻ്റെ തലേദിവസം ഇവർ എല്ലാവരും വിരുന്നുകാർ വരുമ്പോഴേ നമ്മളില്ലേ അന്നൊക്കെ കളിച്ച് നടക്കണ ഒരു സമയമായിരുന്നു അല്ലേ അമ്മ? ഒരു തമാശ പോലെ കാലൊന്നും കിട്ടില്ല. ഇപ്പം അമ്മൂനൊക്കെ സുഖം. ഇപ്പം എന്താണെന്നറിയോ പഠിക്കുക തിന്നുക. സത്യം ഇപ്പോഴത്തെ ഈ കാലം ഇനി കിട്ടില്ല അമ്മോ. കുറച്ചിട്ട് കൂടി കഴിഞ്ഞാൽ ഇപ്പോഴാണ് നിങ്ങളുടെ നല്ല സമയം. ഞാൻ ഇവളുടെയൊക്കെ പ്രായത്തിൽ എന്തൊക്കെ പണി ചെയ്തിരുന്നു പറഞ്ഞു കൊടുക്കാം അവരോട്. പഠിച്ചോ അതിനെ പഠിക്കുന്ന സമയം നിങ്ങൾക്ക് നല്ല ടൈം അറിയാം. ഞാൻ എന്തൊക്കെ പണി ചെയ്തിരുന്നു ആ ടൈമാണ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ കാണുന്നുണ്ടാവും ഞാൻ ചെയ്യുന്നൊക്കെ. അമ്മോ ആദ്യം പഠിക്കുക. കല്യാണമൊക്കെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ചോയ്സാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പമില്ല. കാരണം പേടിയാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ജോലിയൊക്കെ കിട്ടി നമ്മുടെ കയ്യിൽ എന്നും ഒരു 10 രൂപ ഉണ്ട് പറഞ്ഞാലേ അമ്മോ കാരാട്ടയും പഠിക്കണം. കിച്ചുവിനെയൊക്കെ പഠിപ്പിക്കണം. എന്നാൽ കുറേ തടി കുറയും. കുറച്ച് ചക്കയും നമുക്ക് ചക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഇത് ഇതെന്താ സംഭവം എന്നറിയോ? നമ്മുടെ കുമ്പളങ്ങ കോഴി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നമ്മൾ കല്യാണ തലേദിവസമൊക്കെ വെക്കില്ലേ, അങ്ങനെ ഒരു കറി. അങ്ങനത്തെ കറി വറുത്തരച്ച കറിയാണ് കേട്ടോ. അതാണ്ടോ ഇത് നമുക്ക് ഇന്നേക്കും ഉണ്ടാവും, ചിലപ്പോൾ നാളെ രാവിലേക്കും ഉണ്ടാവും കേട്ടോ. അമ്മ തോനെ വെച്ചിരുന്നേ, കുറച്ചൊന്നുമല്ല. ചക്ക വേവിച്ച് ഒരു ശർക്കര ഇട്ടിട്ട് വേവിച്ച് വെക്കട്ടെ. ശർക്കര ഉണ്ടോ? 2 അച്ച് ബെല്ലം ഇട്ടിട്ട് വേവിച്ച് വെച്ചാൽ നമുക്ക് നാളെ കുമ്പളപ്പം ഉണ്ടാക്കാം. ചക്ക വെറുതെ കളയാൻ പറ്റില്ല. ചക്ക നല്ല പ്രോട്ടീനല്ലേ. ഉണ്ടാവില്ല. ഓട്ടട നാളെ ഓട്ടട. അമ്മ അത് കണ്ടോ? നമ്മുടെ അച്ചുട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങിട്ടോ. അച്ചുട്ടിക്ക് ഈ ചെരുപ്പ് കണ്ടപ്പോൾ ഈ ചെരുപ്പ് തന്നെ ഇഷ്ടമായി. ഞാൻ വേറൊരു മോഡൽ കണ്ടു കേട്ടോ. ഒരു ഇപ്പോഴത്തെ ഏത് അമ്മ പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞത് ഇപ്പം എന്താണെന്നറിയാം, ഒരു ഗുണമുണ്ട്. മക്കൾക്ക് ചെരുപ്പ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ ആ ചെരുപ്പ് എനിക്കും ഇടാൻ പറ്റും. എൻ്റെ ചെരുപ്പ് അവരും ഇട്ട് കേട് വരുത്തു കേട്ടോ. ഞാൻ ചെരുപ്പൊന്ന് താഴെ വെക്കാൻ വേണ്ടി കാത്തുക്കുക അവർ. എന്നിട്ട് പിന്നെ കാണുകയില്ലോ ഒക്കെ തറവാട്ടിൽ കൊണ്ടുവരും. പോവാ എങ്ങനെയുണ്ട് അച്ചു? ഞങ്ങളില്ലേ മറ്റന്നല്ലേ ഒരു സ്ഥലത്തേക്ക് പോകും. അതന്നെ അച്ചു പറയണേ. അമ്മ പറയേ വേണ്ടട്ടമ്മ. എന്താ അമ്മ പറയണ്ടേട്ടമ്മന്ന്. അപ്പം എന്താടി അച്ചു പറയണ്ടാറ്? എപ്പോഴും നമ്മൾ എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചിലുകളും ഉണ്ടാവുള്ളൂ. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി തമ്മ നമ്മൾ പോണുണ്ട് എന്നുള്ളത്. അതൊരു ശരി തന്നെയാണ് അല്ലേ. നമ്മൾ പപ്പൂൻ്റെ കാര്യമാണ്. പപ്പൂനെ അന്നത്തെ ദിവസം നമുക്ക് കൂട്ടിൽ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൂട്ടിൽ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വയ്ക്കാം, വെള്ളവും കാര്യങ്ങളൊക്കെ ഇട്ട്. പക്ഷെ അവനെന്താണെന്നറിയോ, അവൻ തട്ടി അങ്ങ് തീർപ്പിക്കുക ആ ദേഷ്യം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ രാവിലെ കൊടുത്ത് വെള്ളമൊക്കെ വെച്ചിട്ട് കൂടൊക്കെ അങ്ങോട്ട് തോട്ടി തെറിപ്പിച്ച് കൂട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ തട്ടി തെറിപ്പിച്ച് കൂടിൻ്റെ അവിടുത്തെ പട്ടിയെക്കോലൊക്കെ കടിച്ച് ലെവലാക്കിക്കണം. ഈറ എന്തോ ഒരു ഈറ വെച്ചിട്ടാ. ആ ഈറ മാറണമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിറ്റേ ഇവിടെ അടുത്തുള്ള ആൾക്കാർ വന്നോന്ന്. അപ്പം നമുക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല അല്ലേ. കഴിച്ചോ? എങ്ങനെയുണ്ട് അമ്മമ്മയുടെ ചിക്കൻ വറുത്തത്? ഇവർക്ക് ഷർട്ടില്ലേ ചോദിക്കില്ലേ. ഇവർക്ക് ഇഷ്ടം പോലെ ഷർട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവർക്ക് ഷർട്ട് ഇവരിടില്ല. അപ്പോഴേ ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് ഞങ്ങൾ എന്ത് കേട്ടട്ടെ, കുറച്ച് നേരം അമ്മയ്ക്ക് സീരിയൽ കണ്ടമ്മ? അമ്മല്ലേ എന്താ കുറച്ച് ഞാൻ എന്തായപ്പോൾ ഞാൻ പോട്ടെ കുഞ്ഞാ എനിക്കൊരു സമാധാനമില്ല, ഞാൻ പോട്ടെ
എന്താ ഈ അമ്മമാർക്ക് ഈ പൊമ്മക്കളുടെ വീട്ടിൽ നിൽക്കുന്നതിന് ഇത്ര മടിയിലേ? ഞാൻ എൻ്റെ അമ്മയുടെ എപ്പോഴും പറയും കേട്ടോ, അമ്മ അവിടെ നിന്ന് ഏട്ടന്മാർ മാത്രമല്ലല്ലോ എനിക്ക് നോക്കാൻ ഒരു ബാധ്യതയില്ല, എൻ്റെ അവകാശമല്ലേ എൻ്റെ അമ്മേനെ നോക്കുക എന്നുള്ളത്. അമ്മയുടെ കണ്ടോ തലാട്ടുന്നുണ്ടോ? അമ്മ ഇവിടെ നിന്നോളിട്ടമ്മ, ഇനി അങ്ങോട്ട് പോകണ്ട, എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ അമ്മ കേൾക്കുകയില്ല. എനിക്ക് രണ്ടമ്മമാരും അടുത്ത് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഏട്ടൻ്റെ അമ്മ എവിടെയെന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അത് നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കാം. ഏട്ടൻ്റെ അമ്മ ഏട്ടൻ്റെ താഴെയുള്ള അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇനി എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത്. അവിടെ ഇപ്പോൾ അമ്മയുടെ ആവശ്യമുണ്ട്, അപ്പോൾ അവരവിടെ നിൽക്കണോ, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരിങ്ങോട്ട് വരട്ടെ. അപ്പോൾ അതാ ജൂൺ 1 ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയിട്ട് ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. അപ്പം ഇനി വരുമ്പോൾ വരട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് എവിടെ വെച്ചാലും സന്തോഷമായിട്ടിരിക്കട്ടെ. ആ ചോറ് അവിടെ ഉണ്ടിരിക്കുന്നു. അപ്പോൾ നാളെ കാണാം.